ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നീറ്റ് സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ എനിക്ക് വരുന്ന ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ നീറ്റ് സ്റ്റോറി പറയോ എന്നുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ തള്ളി കൊണ്ടുപോകുമായിരുന്നു. മെയിനായിട്ട് എന്തോ ഒരു കോംപ്ലക്സ് ആയിരിക്കാം. ഇപ്പോൾ എന്താ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ നീറ്റ് സ്റ്റോറിയൊക്കെ വേണോ അങ്ങനൊരു ചിന്തയായി പോയി. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് എൻ്റെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ആരായാലും നമ്മളെല്ലാവരും ഗവൺമെൻറ് കോളേജിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് അത് കിട്ടാത്ത സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ആൾ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഗവൺമെൻറ് ദന്തൽ കോളേജ് കോട്ടയത്തായിരുന്നു. ഞാൻ കോട്ടയത്തായിരുന്നു എൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അപ്പോൾ ആ ഗവൺമെൻറ് കോളേജ് ആയിട്ട് പോലും BDS ആയതുകൊണ്ടാണ് ഞാനത് കളഞ്ഞിട്ട് MBBS വന്നത്. ശരിക്കും MBBS ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ നീറ്റ് സ്റ്റോറി ഞാനൊരു റിപ്പീറ്ററാണ് കേട്ടോ. ഞാൻ ഇവിടെ 21 ബാച്ചാണ്. ഫസ്റ്റ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു 3rd ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ 21 ബാച്ചാണ് കേട്ടോ. ഞാൻ ഒരു റിപ്പീറ്ററാണ്. എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ റിപ്പീറ്ററാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്തത് ബ്രില്യൻറ്റിലാണ്. റിപ്പീറ്റ് ശരിക്കും സെൽഫ് സ്റ്റഡി ആയിരുന്നു കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു ചെയ്തത്. അത് ശരിക്കും പറഞ്ഞൊരു വലിയ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിപ്പീറ്റ് സമയത്തെപ്പറ്റി പറയാം. എനിക്കിപ്പോൾ ഒരു അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ശരിക്കും എനിക്കൊരു ഓർക്കാൻ ആഗ്രഹമില്ലാത്തൊരു ടൈമാണ് എൻ്റെ റിപ്പീറ്റ് സമയം എന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്നത് 10th ഫുൾ A+ ആണ്, വിത്തൗട്ട് എനി ഗ്രേസ് മാർക്ക്. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു കേട്ടോ. 10th 11th 12th എല്ലാം ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ 10th എന്ന് പറയുന്നത് ഞാൻ ഫുൾ A+ ആയിരുന്നു, വിത്തൗട്ട് എനി ഗ്രേസ് മാർക്കായിരുന്നു. 11th 12th എനിക്ക് ഫുൾ A+ ആയിരുന്നു, അതും വിത്തൗട്ട് എനി ഗ്രേസ് മാർക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ. ഇങ്ങനെ ഇപ്പം ഫുൾ A+ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ ഫുള്ള് നമ്മൾ ആരുടെ കോള് വന്നത് ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മൾക്ക് ഈ ഫുൾ A+ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് നാട്ടിൽ മൊത്തം ഇങ്ങനെ ഫ്ലെക്സൊക്കെ അടിച്ച് വയ്ക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു താരമായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ ആവണം അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേരം കെമിസ്ട്രി എടുത്ത് ലെക്ചറർ ആവണം. എനിക്ക് 12th കെമിസ്ട്രി ആകുമ്പോൾ 1 മാർക്കേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കെമിസ്ട്രി എടുക്കണം, ലെക്ചറർ ആവണം, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു ഡോക്ടർ ആക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊരു ഡോക്ടർ ആകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാതായപ്പോൾ അമ്മയ്ക്ക് എന്നെ ഡോക്ടർ ആക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ മൂത്ത മോളാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫസ്റ്റ് ബേട്ടിയാണ് ഞാൻ. അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഒരു ഡോക്ടറാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ പഠിച്ച, അതായത് 12th അത്യാവശ്യം നല്ല മാർക്കുള്ള എല്ലാവരും ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് എന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ അമ്മയും എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് താല്പര്യമില്ല, എനിക്ക് കെമിസ്ട്രി എടുക്കണം, ലെക്ചർ ആവണം. എന്നിട്ട് അമ്മ പറഞ്ഞപ്പോൾ ഇൻ കേസ് നമുക്ക് കിട്ടിയില്ലെങ്കിലും വന്നിട്ട് നോക്കാമല്ലോ, ഇതെന്തായാലും നമുക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ പോയ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ട് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എന്തായാലും ഒരു അവസരം ഉണ്ടല്ലോ, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമല്ലോ. അങ്ങനെ അമ്മ ഇങ്ങനെ ബ്രെയിൻ വാഷൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ബാച്ചിന് ജോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നീറ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നു. എനിക്ക് 98% മാർക്കുണ്ടായിരുന്നു 12th. അപ്പം എനിക്ക് ബ്രില്യൻറ്റിൻ്റെ എൻ്റെ ഹോസ്റ്റൽ കിട്ടി. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറഞ്ഞ ജിസ്മേരിയ ബെന്നി ആയിരുന്നു. അപ്പോൾ ചേച്ചി പഠിച്ച ഹോസ്റ്റലിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അത്യാവശ്യം +1 നല്ല മാർക്കും ഉണ്ട്. അങ്ങനെ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ലൈഫ് ഫുള്ള് മാറുന്നത്. എനിക്ക് ഇന്നും ഓർക്കാൻ തീരെ താല്പര്യമില്ലാത്ത, എനിക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടെ ഫുള്ള് പഠിക്കുന്ന പിള്ളേരായിരുന്നു. അവിടെയാണ് എനിക്ക് ശരിക്കും എൻ്റെ ഒരു പോരായ്മ മനസ്സിലാവുന്നത്. ഞാനെന്ന് പറയുന്നത് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച ഒരാളാണ്. അതായത് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ച ഒരാളാണ്. അന്നേരം ശരിക്കും നമുക്ക് ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങളും അത്ര നല്ല ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ പോയി എഴുതി അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി, അങ്ങനെയായിരുന്നു. അവിടെ ചെന്നപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ആ ഒരു രീതിയിലൊന്നും പഠിച്ചാലൊന്നും ഇത് കിട്ടത്തില്ല. അങ്ങനെ ശരിക്കും ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആവാൻ തുടങ്ങി. എൻ്റെ റൂംമേറ്റ് അത്യാവശ്യം നല്ല ബ്രില്യൻ്റായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ആളിപ്പോൾ ജിപ്മറിലാണ് കേട്ടോ. അപ്പോൾ ഇവളെ കാണുന്തോറും എനിക്ക് ടെൻഷനൊക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ബഹളമായി. എല്ലാ മൺഡേ അവിടെ എക്സാം ഉണ്ട്. എല്ലാ മൺഡേയിലും റിസൾട്ട് വരുമ്പം വീട്ടിൽ വിളിച്ച് കരച്ചിലായി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ അങ്ങ് മടുത്തുപോയി.
ഒരു സൂയിസൈഡൽ ടെൻഡൻസി എന്നൊന്നും ഞാൻ പറയത്തില്ല. ശരിക്കും ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ആർക്കും, എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടമില്ലാതായിപ്പോയി. എനിക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യമായിപ്പോയി. കാരണം അമ്മ കാരണമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്ര ടെൻഷൻ എടുക്കേണ്ട ആ ഒരു ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് കെമിസ്ട്രിയൊക്കെ എടുക്കണം അങ്ങനെയുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് ഫുൾ അമ്മയോട് ദേഷ്യമായി. അപ്പോൾ ആദ്യം വിളിച്ച് കരയുന്നതിൽ നിന്ന് പിന്നെ അമ്മയെ വിളിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെയായി. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഈ നീറ്റ് എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്നൊക്കെ മാറി വീട്ടിൽ വന്ന് വീണ്ടും ഈ വീട്ടിലൊരു അറ്റ്മോസ്ഫിയറിലായപ്പോൾ തന്നെ ഒരു ചേഞ്ച് ആവാൻ തുടങ്ങി. പിന്നെ പഠിക്കാനൊക്കെ വീണ്ടും ഒരു മോട്ടിവേഷൻ വന്നു തുടങ്ങി. അങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങി. ഫസ്റ്റ് ശരിക്കും ഞാനുണ്ടല്ലോ, നമ്മുടെ കോവിഡ് കാരണം നമ്മുടെ എക്സാം 2 വട്ടം മാറ്റി വെച്ചു. ആദ്യത്തെ വട്ടം മാറ്റിയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ച് എക്സാമിൻ്റെ ഡേറ്റിന് കുറച്ച് ദിവസം മുന്നേ വീണ്ടും എക്സാം മാറ്റി. അപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ഇതങ്ങ് പോയി, ആ ഒരു ഫ്ലോ അങ്ങ് പോയി. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് ഒപ്പിക്കാമെന്നുള്ളൊരു രീതിയിലേക്ക് വന്ന് വീണ്ടും ഞാൻ മാറ്റുമെന്ന് പ്രതീക്ഷിച്ച്, പക്ഷെ മാറ്റിയില്ല. എക്സാം ശരിക്കും ആ ഒരു സമയത്ത് തന്നെയായിരുന്നു. ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസിനൊക്കെ പുറകെ പോയി. അതായത് എക്സാം മാറ്റുമോ, എക്സാം മാറ്റത്തില്ലേ, അങ്ങനെ കുറേ ഈ ഫേക്കായിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ, അവർ മാറ്റും എന്ന് പറഞ്ഞ് ശരിക്കും ഞാൻ അതിൽ ഭയങ്കര ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആയി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. അങ്ങനെ നീറ്റ് എക്സാം എഴുതി നല്ല അന്തസ്സായിട്ട് പൊട്ടി. അത്യാവശ്യം നല്ല മാർക്ക് കുറവായിരുന്നു. എനിക്ക് ആയുർവേദത്തിന് കിട്ടുമായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് ആയുർവേദത്തിന് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയില്ല. അപ്പോഴും MBBS എന്നുള്ളൊരു ആഗ്രഹമാണല്ലോ അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ വന്നു. എനിക്ക് ചവറ ഗവൺമെൻറ് കോളേജിൽ കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ എൻ്റെ സ്റ്റോറിയിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊരു BSc കെമിസ്ട്രി ഡ്രോപ്പ് ചെയ്തിട്ട് MBBSന് ജോയിൻ ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പോയി. അങ്ങനെ എനിക്ക് പിന്നെ ഐക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. കാരണം എനിക്ക് അഗ്രികൾച്ചറിനോട് താല്പര്യമില്ല, ആയുർവേദത്തിനോടും താല്പര്യമില്ല. അങ്ങനെ പിന്നെ ഇനി എൻ്റെ ഇഷ്ടത്തിനെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും BSc കെമിസ്ട്രി ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലെത്തി. അങ്ങനെ എനിക്ക് BGM കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് ഈ കോവിഡിൻ്റെ ഇതുള്ളത് കൊണ്ട് ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ആദ്യത്തെ ഒരു ആഴ്ച നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ ചെന്നപ്പോൾ പിന്നെ എൻ്റെ സ്കൂളിൽ എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിക്കുന്ന കുറേ പേര് എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു ലെവലിൽ വിഷമമാവാൻ തുടങ്ങി. പിന്നെ എല്ലാവരും വന്നിട്ട് എന്ത് പറ്റി ചേച്ചി അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ വിഷമമായി. അന്നേരമാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സാധനത്തിൻ്റെ വില എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ശരിക്കും നല്ല രീതിയിൽ വിഷമമായി തുടങ്ങി. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അതെന്താ എന്നെക്കൊണ്ട് പറ്റാഞ്ഞ്, ഞാനൊന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ശ്രമിച്ചിട്ട് തോറ്റുപോയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം വരത്തില്ല. ഇത് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചെന്നുള്ളൊരു രീതിയായിപ്പോയി. അത്രയ്ക്ക് വിലയില്ലാത്തൊരു സാധനമായിരുന്നു എൻ്റെ ലൈഫിൽ. അങ്ങനെയൊക്കെ ചിന്തയായിപ്പോയി. അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങി ഈ റിഗ്രറ്റ് ഇങ്ങനെ കൂടി വന്നു. ഞാനൊന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. ആ ഒരു തോട്ടിങ്ങനെ തകിട്ടി വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാനങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തി. പിന്നെ അമ്മയുടെ വിഷമവും കൂടെ ഞാൻ കുറേ കാണാൻ തുടങ്ങി. അമ്മയ്ക്ക് ശരിക്കും വല്ലാത്തൊരു വിഷമമായിപ്പോയി. അമ്മ ശരിക്കും എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ MBBS. അപ്പം സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ആ ഒരു വിഷമം എന്നോടൊരു ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഗൈസ്, ഞാൻ ഈ റിപ്പീറ്റ് സമയത്ത് എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അമ്മയുടെ ആഗ്രഹം എന്നുള്ള രീതിയിലായിരുന്നു പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ BGMൽ ചെന്നതിന് ശേഷം അമ്മയുടെ ആഗ്രഹം എന്നുള്ളത് മൊത്തത്തിൽ മാറിയിട്ട് എൻ്റെ ആഗ്രഹമായി. എനിക്ക് MBBS വേണം എന്നുള്ളൊരു ആഗ്രഹമായി. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. വീട്ടിൽ അവർക്കൊരു 5 പൈസ പോലും ചിലവാക്കിക്കരുതെന്നൊരു വാശിയും കൂടെ എനിക്കുണ്ടായിരുന്നു. ആ വാശിക്ക് പുറത്ത് എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഒരു പക്ഷേ ഞാൻ അവരോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒന്നും കൂടി ഒരു റിപ്പീറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഈ സ്കോർ ചെയ്ത മാർക്കിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഭാഗ്യവശാലും ചിലപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാനുള്ള മാർക്കും കിട്ടുമായിരുന്നു. ശരിക്കും എൻ്റെ ആ ഒരു ഡിസിഷൻ ഒരു കണക്കിന് ഒരു തെറ്റായ തീരുമാനമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വീട്ടിൽ ആരെ അറിയിക്കാതെ എനിക്ക് സ്വന്തമായിട്ട്, അതായത് ഞാൻ യൂട്യൂബിൽ കുറേ ക്ലാസ്സസൊക്കെ കാണുമായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ എത്താൻ സഹായിച്ചൊരു മനുഷ്യൻ ഫിസിക്സ് വാലയാണ് കേട്ടോ. യൂട്യൂബിൽ ഫിസിക്സ് വാല, ഇത് കാണുന്ന പലർക്കും അറിയായിരിക്കും ഫിസിക്സ് വാല. ശരിക്കും ആ മനുഷ്യനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഗൈസ്. എന്തെങ്കിലും എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തി കൂടെയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങി. ഒരു വഴിയിലൂടെ എൻ്റെ കോളേജിൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും കയറുന്നുണ്ടായിരുന്നു. അത്യാവശ്യം അവിടെ അസൈൻമെൻറ്റ്സും സെമിനാർസും ഒക്കെ വരുന്നുണ്ടായിരുന്നു, ക്ലാസ് ടെസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഫുള്ളി അങ്ങ് വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. എന്നുവെച്ചാൽ ഇത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. അഥവാ ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കെമിസ്ട്രി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വിട്ട് കളയാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ശരിക്കും 2 വള്ളത്തിൽ ചവിട്ടി നിന്ന് ഗൈസ്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ടായി.
അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് നമ്മുടെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചു. അന്നേരം എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ്റെ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ ഗൈസ്. അന്നേരം എനിക്ക് അമ്മയോടും അച്ഛനോടും പറയണമല്ലോ. പക്ഷെ അതിന് മുന്നേ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഞാൻ ഈ പഠിക്കുന്നത് കണ്ടിട്ട് അതായത് കണ്ട ഭാവമായിട്ട് എടുത്തില്ല. കാരണം അമ്മയ്ക്ക് പേടിയായിരുന്നു കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത്രമാത്രം ഞാൻ അമ്മയെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടാതായപ്പോൾ. അങ്ങനെ നീറ്റിന് രജിസ്റ്റർ ചെയ്ത് നീറ്റ് എക്സാം എഴുതി. നീറ്റ് എക്സാം എഴുതി. ശരിക്കും പറഞ്ഞാൽ അത് ഒരു നല്ല കാര്യമായി. ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഈ എഴുതാൻ പോയപ്പോൾ നമ്മുടെ നാട് മൊത്തം അറിഞ്ഞു. അതിൽ കിട്ടാതായപ്പോൾ എല്ലാവരും ആ ഒരു നമുക്ക് നമ്മുടെ ഒരു വിഷമത്തെക്കാട്ടിൽ എല്ലാവരും ഈ കിട്ടിയോ എന്നുള്ള ചോദ്യമായിരുന്നു മെയിനായിട്ടുള്ള വിഷമം. അങ്ങനെ ഈ രണ്ടാമത്തെ വട്ടം എഴുതിയപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സാഹചര്യം വന്നില്ല. കാരണം എൻ്റെ ബന്ധുക്കൾക്ക് പോലും അറിയത്തില്ലായിരുന്നു ഞാൻ നീറ്റ് എഴുതിയെന്ന്. അച്ഛനും അമ്മയ്ക്കും എൻ്റെ ശാലുവിനും ഒഴികെ വേറെ ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. പിന്നെ ശാലുവിനെ പറ്റി പറയാനാണെങ്കിൽ ആളെൻ്റെ അനിയത്തിയാണ്. ആളായിരുന്നു എൻ്റെ ബെസ്റ്റ് മോട്ടിവേറ്റർ. അവൾക്കറിയായിരുന്നു, അവൾക്ക് തുടക്കം മുതലേ അറിയായിരുന്നു ഞാൻ നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു എന്ന്. അച്ഛനും അമ്മയ്ക്ക് അറിയുന്നതിന് മുന്നേ അവൾക്കറിയായിരുന്നു. അവളായിരുന്നു വലിയ സപ്പോർട്ട്. ഇപ്പോൾ ആളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണ്. ആൾക്ക് മെയ് 5-ാം തീയതി എക്സാമാണ്. ശരിക്കും അവളുടെ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഡോക്ടറാക്കണമെന്ന്. അമ്മയ്ക്കും അവൾക്കും ആയിരുന്നു എന്നെ ഡോക്ടറാക്കണം എന്നുള്ള വലിയ ആഗ്രഹം. അച്ഛന് ഞാൻ ഇത്തിരി ഒരു അത്യാവശ്യം ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് അച്ഛൻ എനിക്ക് അത്യാവശ്യം ഒരു കൂളായിട്ടുള്ള ഒരു ജോബ്, അച്ഛൻ അതായിരുന്നു ആഗ്രഹം. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് എനിക്കും ഇഷ്ടം കെമിസ്ട്രിയാണ്. എന്നാൽ പിന്നെ അങ്ങനെ പോട്ടെ, അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എന്തായാലും പിന്നെ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് പുഷ് ചെയ്യുമ്പോൾ പിന്നെ അച്ഛനും കൂടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ നീറ്റ് എക്സാം എഴുതി വീണ്ടും എനിക്ക് എഴുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് MBBS കിട്ടത്തില്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു വശത്തൂടെ കെമിസ്ട്രി അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടിയാലും പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ പഴയതുപോലെ തന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പലതും വീണ്ടും ലൈഫിലേക്ക് വരാൻ തുടങ്ങി. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയുഷിൻ്റെ അലോട്ട്മെൻറ്റിൽ എനിക്ക് ആയുർവേദം കിട്ടി. ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജിൽ എനിക്ക് ആയുർവേദം കിട്ടി. അങ്ങനെ നമ്മുടെ മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോട്ടയം ഡെൻ്റൽ കോളേജിൽ BDS കിട്ടി. അപ്പോൾ ശരിക്കും BDS വരെ വന്നപ്പോഴത്തേക്കും ശരിക്കും വല്ലാത്ത വിഷമമായി ഗൈസ്. എനിക്ക് ശരിക്കും വല്ലാത്ത വിഷമമായി. പിന്നെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു കിട്ടുന്നതിന് പോവാം. അങ്ങനെ BDS തന്നെ എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പിന്നെ അച്ഛനും അമ്മയ്ക്കും വിഷമമായി ഗൈസ്. ഞാൻ ഇത്രയും വരെ എത്തിച്ചിട്ടും ഞാൻ മോപ്പപ്പിലാണ് ആദ്യമായിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ അഡ്മിഷൻ കൊടുക്കുന്നത്. എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് കഴിച്ച് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് എൻ്റെ നീറ്റ് സ്റ്റോറി. ഇതിനകത്തിൽ എന്തെങ്കിലും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും വേറൊരാൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മളാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളിപ്പം നമുക്ക് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചൊന്നും നമ്മൾ ഒരു കാര്യത്തിനും പോകാതിരിക്കുക. നമ്മൾ അവരെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ ആഗ്രഹം ഇതാണ്. അല്ലാതെ ഇവർ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ചാടിക്കയറി എന്നാൽ പിന്നെ നമുക്ക് അതിന് പോകാം അങ്ങനെ തീരുമാനിക്കരുത്. എന്ത് കാര്യം തന്നെയാണെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പഠിച്ചിട്ടില്ല. അത് കാരണം ഇപ്പോൾ എന്ത് ചെറിയ കുറ്റം വന്നാലും എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുറത്ത് ചാരാം അങ്ങനെയുള്ളൊരിതായിരുന്നു. മാർക്ക് കുറഞ്ഞില്ലെങ്കിലും അത് നിങ്ങൾ കാരണമോ, നിങ്ങൾ എന്നെ ഇവിടെ വിട്ടുകൊണ്ടാ, പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നിങ്ങൾ കാരണമോ. അതേസമയം എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിത് ശ്രമിച്ചപ്പോൾ എനിക്ക് പഴി ചാരാനായിട്ട് ആരുമില്ല. എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. നമുക്കിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സിൽ തന്നെ വീട്ടുകാരുടെ ആഗ്രഹം കൊണ്ട് MBBS എടുത്ത് ഒത്തിരി പേരുണ്ട്. അതിൽ കുറച്ച് പേര് ഫസ്റ്റ് ഇയർ പോയി. അവർ ഫസ്റ്റ് ഇയർ അതായത് അവർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയെടുക്കാൻ പറ്റിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റിൽ പറ്റിയില്ല, തേർഡിൽ പറ്റിയില്ല, ഫോർത്തിൽ പറ്റിയില്ല. അങ്ങനെ കോളേജ് ഡ്രോപ്പ് ഔട്ടായി. എന്ത് ചെയ്യാനാണ്? നമുക്ക് വേറൊന്നും ചെയ്യാനില്ല അതിന്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തായാലും നമുക്കത് നേടാൻ പറ്റും. വേറൊരാളുടെ ആഗ്രഹത്തിൻ്റെ പുറകെ പോയാൽ ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പടിയൊക്കെ ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റും. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ വീണ് പോകും ഗൈസ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൻസിയറായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ നീറ്റ് സ്റ്റോറി. അതിനകത്തിൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരു കുറേ കടമ്പകൾ കടന്നിട്ടാണ് വന്നത്. എനിക്ക് ശരിക്കും കുറേ അധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടൊരു റിപ്പീറ്റ് ബാച്ചിന് ജോയിൻ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ നീറ്റ് എക്സാമിൻ്റെ 2 ദിവസം മുന്നേ എനിക്ക് BSc കെമിസ്ട്രി ഫസ്റ്റ് സെം എക്സാം ആയിരുന്നു. അപ്പോൾ എനിക്കത് പോയി എഴുതേണ്ടി വന്നു. പിന്നെ ആ കോഴ്സ്, അതായത് നമ്മളിപ്പം എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ കുറച്ച് തോനെ അലച്ചിലൊക്കെ വേണ്ടി വന്നു. അപ്പോൾ
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്യൂറായിട്ടൊരു റിപ്പീറ്റിന് ജോയിൻ ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു ഗൈസ്. എനിക്ക് ഐ ഹോപ്പ് ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ എഫേർട്സിലും എനിക്കെന്താ ഒരു എന്തോ ഇപ്പോൾ പറയുന്നത്, എനിക്ക് അതിലും സന്തോഷമേ ഉള്ളൂ. എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റേ ഉള്ളൂ. കാരണം ഞാനത് നേടി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ശരി, ടാറ്റ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിച്ച പോലൊരു വീഡിയോ ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക. അപ്പോൾ ശരി ഗൈസ്, ഇനി എന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.